2024 നേരെ പകുതി സമയം തീർന്നിരിക്കുക. ഇതിൻ്റെ 6-ാം മാസത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ പാതി വർഷം പിന്നിടാൻ നമുക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് ഈ ദൂത് നിങ്ങളോട് പറയാൻ കർത്താവിനെ അയക്കുമ്പോൾ യേശു എന്നെ വളരെ കൗതുകപൂർവം മിഴി തുറന്ന് വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രവചന ദൂത്. വെറുതെ കേൾക്കാനുള്ളതല്ല. ഈ ദിവസങ്ങളിലെ ഈ മാസത്തെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. സമയം മറക്കണ്ട, 6-ാം മാസം. ഇങ്ങനൊരു വാക്ക് വേദപുസ്തകത്തിൽ എഴുതി എന്ന് പറഞ്ഞ് ഇതിനെ തിരസ്കരിക്കുന്ന ഒത്തിരി പേരുണ്ട്. 6-ാം മാസം ആ കാലഘട്ടത്തിലല്ലേ എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിക്കുന്ന ഒത്തിരി വിരുദ്ധന്മാരും ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ, ഇതിലെ ഓരോ അക്ഷരത്തെയും കുത്തിനെയും കോമായെയും എൻ്റെ ജന്മം കൊണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. ഈ തിരുവെഴുത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ, നിങ്ങളത് ലളിതമായി വിശ്വസിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് അച്ചട്ടായിട്ട് ഫലിക്കും. നിങ്ങളതിന് വലിയ തിയോളജിയനാകുമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ വചനത്തെ ലളിതമായി വിശ്വസിക്കുന്ന ഒരു ശിശുതുല്യമായ ഹൃദയത്തിൻ്റെ ഉടമയായാൽ മതി. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. സ്നേഹം നിറഞ്ഞവരെ, ഈ 6-ാം മാസം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള വചനങ്ങളെ കാണുമ്പോൾ ഞാനൊരു കിറുക്കനെ പോലെ ഇത് വായിക്കും. 6-ാം മാസം ദൈവം തൻ്റെ ദൂതനെ കോട്ടയം ജില്ലയിലെ തോട്ടയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന പാസ്റ്റർ ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് അയക്കും. നിന്റെ വീടിൻ്റെ അഡ്രസ്സ് പറയാനും നിന്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ട കാര്യങ്ങളെ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ചില പദ്ധതികളെ ദൈവം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിൽ അങ്ങനെ തന്നെ അത് പറയട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ഇവിടെ ഈ വിവാഹ നിശ്ചയം വീട്ടുകാർ കൂടി നടത്തിയിരിക്കുക. വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുക. ജോസഫിൻ്റെയും വിശുദ്ധ മറിയമിൻ്റെയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യത്തെ ദൈവം ഏറ്റെടുത്തപ്പോൾ ദൂതൻ ഇറങ്ങി. ആമേൻ. നീ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. നീ പ്ലാൻ ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ ദൈവം ഇങ്ങ് ഏറ്റെടുക്കും. എന്തെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടോ, ആ കാര്യത്തെ കർത്താവ് കൈവച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ ദൂത്. ഈ 2024 ഈ വേദഭാഗം വായിക്കുമ്പോൾ, അതും ഈ 6-ാം മാസത്തിലിരുന്ന് വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഈ മാസം എൻ്റെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ അതുല്യ പദ്ധതികളുമായിട്ട് ക്ലബ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ദ മെസ്സേജ്. നിങ്ങളുടെ ലൈഫിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിശയകരമായ ദൈവത്തിൻ്റെ ചില പദ്ധതികളുമായിട്ട് കണക്റ്റഡ് ആകാൻ പോവുകയാണ്. ഈ മാസം നിന്റെ ജോലി, നിന്റെ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പുതിയ അക്കാഡമിക് ഇയർ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ വസ്തു, നിങ്ങളുടെ പ്രെയർ ലൈഫ്, എക്സ് ഓർ വൈ എന്തുമായിക്കൊള്ളട്ടെ, ഈ സംഭവവുമായിട്ട് ദൈവത്തിൻ്റെ അതുല്യമായൊരു പദ്ധതി കൈകോർക്കും എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വരാൻ പോകുന്ന ചില പ്രത്യേകമായ രൂപരേഖകളിൽ, ചില പ്ലാനുകൾക്കകത്ത് ദൈവം ഇടപെടുന്നതിൻ്റെ ശുഭസൂചനയായി തൻ്റെ പ്രത്യേക നിയോഗമുള്ള മാലാഖമാരെ
ദൈവം ഭൂമിയിൽ നമ്മുടെ വീട്ടിലേക്ക് അയക്കും. ഓ, ഇവിടെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ച് കന്യകയുടെ അടുക്കൽ അയച്ചു. പേര്, നാള്, വഴി, അഡ്രസ് സഹിതം പറയുക. നിന്റെ വീട്ടിൽ ദൈവം അയക്കും ചിലതിനെ. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നീ എടുത്തിരിക്കുന്ന തീരുമാനമുണ്ടല്ലോ, അതങ്ങ് ബോധിച്ചിരിക്കുന്നു കർത്താവിന്. ആ ബോധിച്ചിരിക്കുന്ന തീരുമാനം തമ്പുരാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അതിനകത്ത് തന്റെ കോൺട്രിബ്യൂഷൻ ദൈവം അങ്ങ് തരാൻ പോവാ. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം സജ്ജമാക്കിയത് നിന്റെ ജീവിതത്തിൽ എത്തിക്കാൻ, നിങ്ങൾ രൂപരേഖ ചെയ്തത്, നിങ്ങൾ പദ്ധതി ചെയ്തതുമായിരിക്കുന്ന കാര്യത്തിൽ തൻ്റെ റോള് ദൈവം നന്നായി വെളിപ്പെടുത്താൻ പോകുകയാണ്. അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം വേഗത്തിൽ ചെയ്യാൻ ദൈവം ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൂതന്മാരെയും നന്മകളെയും കൃപകളെയും അഭിഷേകങ്ങളെയും മറുപടികളെയും വിടുതലുകളെയും അത്ഭുതങ്ങളെയും അയക്കും. ചിലരുടെ വീട്ടിൽ വരുന്നത് ദൂതന്മാരായിരിക്കും. ചിലരുടെ വീട്ടിൽ വരുന്നത് ദൈവത്തിന്റെ വലിയ നന്മകളായിരിക്കും. ചിലരുടെ വീട്ടിൽ വരുന്നത് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ചില അസാധാരണമായ ഓപ്പർച്യൂണിറ്റികളായിരിക്കും. ചിലരുടെ ലൈഫിൽ വരുന്നത് പെട്ടെന്നുള്ള ചില യാത്രയുടെ ക്രമീകരണങ്ങളായിരിക്കും. ചിലരുടെ ലൈഫിൽ വരുന്നത് ഏഞ്ചലിക് മണി എന്ന് പറയുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ചില സൂപ്പർ നാച്ചുറൽ റിസോഴ്സുകളായിരിക്കും. ചിലർക്ക് വേണ്ടി മിനിസ്ട്രിക്കകത്തെ ഭയങ്കരമായൊരു മൂവ്മെന്റ് ആയിരിക്കും. ചിലർക്ക് വേണ്ടി അവരുടെ സഭയ്ക്കകത്തേക്ക് ജനം ഇരച്ചു കയറുന്ന നിലയിലുള്ള ഒരു വൈബ്രന്റ് ആയിരിക്കുന്ന, ഒരു സ്വപ്നതുല്യമായിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. ആകമാനം പരിശുദ്ധാത്മാവ് രംഗത്തിറങ്ങുന്നതിന് മുൻപ് ദൈവം ദൂതനെ അയച്ചു. അത്യുന്നതന്റെ ശക്തി ആ വിഷയത്തിൽ ഇറങ്ങി. ദൂതൻ ഇറങ്ങി, പിതാവായ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി, പരിശുദ്ധാത്മാവ് അതിൽ ചലിച്ചു. സ്വർഗം ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങുക. നീ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ചലിക്കാൻ പോവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞെട്ടും ഈ ദിവസങ്ങളിൽ. ചിലര് ഞെട്ടിത്തരിക്കും. മനുഷ്യൻ പകച്ചു നിൽക്കും ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ. അത്തരത്തിൽ മാനുഷികമായ പ്രാപ്തികൾക്ക് അതീതമായ നിലയിൽ നമ്മളുടെ പരിപാടിക്കെല്ലാം അപ്പുറത്ത് ദൈവം കാര്യങ്ങളെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, തൻ്റെ അനന്തമായ ദിവ്യ ശക്തി കൊണ്ട് ദൈവം കാര്യങ്ങളെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൽ വെളിപ്പെടാൻ പോകുന്ന കാഴ്ച ഭയങ്കരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും. ഈ ജൂൺ മാസത്തെ ഞാൻ ബ്ലെസ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിൽ. താങ്ക് യു ജീസസ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ജൂൺ മാസം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായില്ലേ? കർത്താവ് ഈ ആലോചന പറയാൻ എന്നെ ഇന്നാ നിയോഗിച്ചേ. ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഇപ്പൊ പറയുന്നത്. ഈ 6-ാം മാസം വെറുതെ വന്നു പോകുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ അരിയും കൂടെ തിന്നു തീർക്കാൻ വേണ്ടി അവസരമുള്ളത് കൊണ്ടല്ല ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തമേറിയ ചില നിയോഗങ്ങൾ എൻ്റെ മേൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവം നിന്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് കർത്താവിൻ്റെ കൈ നിനക്ക് വേണ്ടി നിർവഹിക്കാനായി രംഗത്ത് വരികയാണ്. ഒന്നുകൂടെ പറയാം. പെണ്ണ് കാണാൻ പോയപ്പോഴോ ബ്രോക്കർമാർ ഒരു പക്ഷേ അത് ഇടപെട്ടിട്ടുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ ആളും പേരും ഒക്കെ കൂടിയപ്പോഴൊന്നും കർത്താവ് ഇടപെട്ട് കാണത്തില്ല. പക്ഷെ കാര്യങ്ങളൊരു പൊതുധാരണയിലെത്തിയപ്പോൾ കർത്താവ് രംഗത്ത് വരികയാണ്. മറിയമിനും ജോസഫിനും ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇതുവരെ സൈലന്റ് ആയിരുന്നെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കർത്താവിന്റെ പ്രവൃത്തികൾ, വാക്കുകൾ, ഇടപെടലുകൾ നിങ്ങൾ ഞെട്ടുന്ന നിലയിൽ, നിങ്ങൾ ഭയപ്പെട്ട് പരവശരായി നിൽക്കുന്ന നിലയിൽ നിങ്ങളുടെ അരികത്ത് ദൈവത്തിന്റെ സ്വർഗീയ ശരീരികളായ ദൂതന്മാർ ഇറങ്ങി വന്നു നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വിറയ്ക്കും. നിന്റെ വീട്ടിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ കയറും.
നിന്റെ സ്ഥാപനത്തിൻ്റെ അകത്തെ ഇരുട്ട് ഇന്ന് ദൈവം അവസാനിപ്പിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൻ്റെ ചില ബന്ധനാവസ്ഥകളും ചില കോട്ടകളും ഇന്ന് പൊളിയാൻ പോവാ. നിന്റെ ലൈഫിനകത്ത് കർത്താവ് കാര്യങ്ങളെ ഏറ്റെടുത്തതിന് തെളിവായി ചില അസാധാരണമായ അനുഗ്രഹങ്ങളും വിടുതലുകളും നിന്റെ കയ്യിൽ വരും. ദൈവം എന്നെ ഏറ്റെടുത്തോ? ദൈവം എൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ദൂതാണ് അതിൻ്റെ മറുപടി. ഈ 6-ാം മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമല്ല. തുടങ്ങണമെന്ന് തീരുമാനിച്ച കാര്യം 1 ഇഞ്ച് പോലും നിന്ന് പുറകോട്ട് മാറരുത്. പൈസ ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറയരുത്. നീ ഇറങ്ങിക്കോ, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഭയങ്കരമായ മൂവ്മെന്റ് അതിൻ്റെ അകത്തുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ശക്തമായൊരു ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ഞാൻ ആ നിറവിൽ നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ 6-ാം മാസം ദൈവശക്തിയാൽ നിറയപ്പെടട്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സർവശക്തന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വാഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മാസത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന കാര്യത്തെ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നതിൻ്റെ തെളിവായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമാലാകമാരുടെ വിസിറ്റിംഗ് ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിനായി, കാര്യങ്ങൾ വേറൊരു ലെവലിലേക്ക് തിരിയുന്നതിനായി സ്തോത്രം. തൻ്റെ കോൺട്രിബ്യൂഷൻ ദൈവം അതിന്മേൽ നൽകി തന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കുന്ന കാഴ്ച ഞങ്ങൾ കാണാൻ പോകുന്നു. അതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എഴുന്നേക്കല്ലേ, അവിടെ തന്നെ ഇരുന്നേ. ആ തല ഇങ്ങോട്ടൊന്ന് ചായ്ച്ചേ, ഒന്ന് ബ്ലസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹം നിന്നിലേക്ക് പകരുന്നു. Jesus name. Hallelujah. Thank you, Jesus. Amen. Hallelujah. Hallelujah. Thank you, Jesus. Oh, Jesus. Hallelujah. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളിലേക്ക് പ്രത്യേകമായത്, ശ്രേഷ്ഠമായത് കർത്താവ് പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ. ഈ ചാനലിൽ എന്നും ഇന്നത്തെ പ്രവചന ദൂത് നമുക്ക് വേണ്ടി കർത്താവ് തരുന്നുണ്ട്. ഭയങ്കര അനുഗ്രഹമാണത്. അനേകായിരങ്ങൾക്ക് ഓരോ ദിവസവും. കഴിഞ്ഞ സൺഡേ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് സന്ധ്യയായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹെവി ലോഡ് വാക്കാണ് സൺഡേ ചെയ്യുന്നത്. ഇപ്പം ശരിക്കും വിശന്നു. തിരിച്ചു വരുമ്പം പുതുപ്പള്ളി എത്തിയപ്പം ഒരു നല്ല ഗീ റോസ്റ്റ് കഴിക്കാമെന്ന് കരുതി അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങളവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫാമിലി അവിടേക്ക് വന്നു. ക്രിസ്റ്റി പാസ്റ്റർ അല്ലേ? അതെ പാസ്റ്ററെ, ഒന്ന് ഇരുന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന പോലൊരു വലിയ വിഷയത്തിൽ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ മനസ്സ് തകർന്ന് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡേറ്റ് അവർ പറഞ്ഞിട്ട് അന്നാണ് ആ മെസ്സേജ് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. എൻ്റെ പാസ്റ്ററെ കവിളിന് വീണൊന്ന് പ്രാർത്ഥിച്ചു. 3-ാം പൊക്കം, 3 മാസമായിട്ട് പരിഹരിക്കപ്പെടാത്ത വിഷയത്തിന് വിടുതലായിരുന്നു. ഞങ്ങൾ തീരുന്ന വിഷയമാണ്. ദൈവം ആ വിഷയത്തെ ഇറങ്ങി വന്ന് അങ്ങ് വിടുവിക്കുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾക്ക് ഈ ദൈവശബ്ദം ഒരു ഭയങ്കര ബലമാണ്. ഇതിൽ പറയും എന്ത് വേണം, എൻ്റെ വയറങ്ങ് വല്ലാതെ നിറഞ്ഞുപോയി. ഇന്ന് ഈ ദൂത് അനേകായിരങ്ങൾ അർഹിക്കുന്നു. അവരിലേക്ക് ഈ കർത്താവിൻ്റെ ആലോചന എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടേക്കും വരണം. എല്ലാവരും ചോദിക്കാറുണ്ട്, അവിടെ വന്നാൽ പാസ്റ്ററെ കാണാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സൺഡേ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ആരാധന കഴിഞ്ഞാൽ അവിടെ വരുന്ന സകലമാന ആൾക്കാരെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ പോരാറുള്ളൂ. ഒരു തിടുക്കവും എനിക്കില്ല. നിങ്ങൾ വരൂ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.